എന്റെ സുജിതേ, നമുക്ക് പോവാൻ. നീ പോയി കാറി കയറ്. പോവാനോ? പറയാനുള്ളത് പറയാതെ തിരിച്ചു പോകാൻ പറ്റില്ല ബൈജേട്ടാ. എടി, നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. സത്യം ഒരു ചടങ്ങിൽ നിൽക്കല്ലേ. ഓ, അതെന്തോന്ന് ചടങ്ങ്? അവളുടെ ചത്തുപോയ അച്ഛന് തിന്നാൻ ബലിച്ചോറിട്ടല്ലേ? എടി, അതാ പറഞ്ഞത് ഇത് മോശം സമയമാണെന്ന്. ഇത്തരത്തിലുള്ള ചടങ്ങുകൾ നടക്കുന്നിടത്തേക്ക് വന്നതേ തെറ്റായി പോയി. എടി, അഴിഞ്ഞാടി നടക്കുന്നവൾ അവളുടെ വീട്ടിൽ തന്നെ ഇരുന്നോട്ടെ. ഇന്നലെ അവള് വരില്ലാന്ന് സുധിയെ വിളിച്ചു പറഞ്ഞിരുന്നു അത്ര. അപ്പൊ ആ ചാൻസും പോയി. ഇനിയിപ്പോ അച്ഛന്റെ മുമ്പിൽ പോയി എന്ത് പറയാ പണിയാ? എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അവളെ രണ്ട് പറയാതെ പോകുന്നത് ശരിയല്ല. ഈ ചടങ്ങൊന്ന് കഴിഞ്ഞിട്ട് എനിക്കൊരു ചടങ്ങ് തുടങ്ങാനുണ്ട്. നമുക്ക് പോവാം. ബൈജുവിന് എന്താ പറ്റിയത്? എടി, ആ ഗുണ്ട ഇവിടേക്ക് വരുന്നെന്ന്. ഗുണ്ടയോ? അത് ഗുണ്ടയൊന്നും അല്ല, സത്യയുടെ കൊച്ചച്ഛനാ. എടി, ആരായാലും ആണ് ശരിയല്ല. എനിക്ക് അയാളെ കാണുന്നതേ കലിയ. എന്താ ബൈജുവേട്ടാ ഇത്? എടി, നീ ഒന്ന് വന്ന് കേറുന്നുണ്ടോ? ബൈജുവേട്ടാ എന്താ വീട്ടിലോട്ട് കയറാതെ വഴി തന്നെ? അല്ല, അത് പിന്നെ ബലി നടക്കട്ടെ. ബലി നടക്കും. ആദ്യം എന്റെ ഏട്ടന്റെ ആത്മാവ് ഭക്ഷണം കഴിച്ച് പോട്ടെ, അതിനുശേഷം ബലിയിടാം. അതേത് ബലി? അതൊക്കെ ഉണ്ട്, അത് സാറിനറിയാം അല്ലേ സാറേ? അതെ, അത് ബാഹുബലി. ബാഹുബലി. അല്ല, എന്നാ പിന്നെ ചടങ്ങ് നടക്കട്ടെ. ഞങ്ങൾ പോയിട്ട് പിന്നീട് ഒരു ദിവസം വരാം. അതെന്ത് പോക്കാ സാറേ? ഭാര്യയും കൂടി നാത്തൂന്റെ വീട്ടിൽ വന്നിട്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും കുടിക്കാതെ പോകുന്നത് മോശമല്ലേ? പച്ചവെള്ളം കുടിക്കാൻ വേണ്ടി ഇത്രയും ദൂരം പെട്രോളും കത്തിച്ച് വരേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. ഓ, അപ്പൊ കാര്യമായിട്ട് എന്തോ കഴിക്കാൻ തന്നെ വന്നതാണല്ലേ മാഡം? വല്ല അമ്മായിയമ്മ നാത്തൂമ്പുറം മറ്റും ഉണ്ടായോ സിസ്റ്ററെ? ഉണ്ടെങ്കിലേ അത് പറയേണ്ടവരോട് പറഞ്ഞോളാം. അയ്യോ, ഞാൻ അന്യനൊന്നുമല്ല. ഏട്ടനെ ആത്മാവായി പോയിട്ടുള്ളൂ. സത്യയുടെ അച്ഛന്റെ അനിയനായ ഞാൻ ഇപ്പോഴും ജീവനോടുണ്ട്. ഞാൻ വേണ്ടപ്പെട്ടവനാണ്. ഏട്ടന് ബലിയിടുന്ന പോലും ഈ ഉള്ളവന്റെ ചെലവില. അതൊക്കെ എന്തിനാ എന്നോട് പറയുന്നേ? നാഴിയൊരു ചോറിന്റെ വാഴയിലയുടെ ഒക്കെ കണക്കും പറഞ്ഞു വന്നിരിക്കുന്നു. സാറേ, സാറിനെ പോലെ അല്ലല്ലോ മാഡം. എങ്ങനെ ജീവിച്ചു പോകുന്നു മാഡത്തിന്റെ കൂടെ? പപ്പന്റെ തനിക്കോണം പെണ്ണുപിള്ളയ്ക്ക് അറിയില്ല. പഴയ ഇടുക്കി ഗോൾഡിൽ തുടങ്ങിയ നമ്മുടെ പരിചയം പോലും മറന്ന് മുടിക്കുത്തിന് പിടിച്ച് തറയിലടിക്കും ഞാൻ. സുജി, നമുക്ക് പോവാന്ന് പറഞ്ഞില്ലേ? ആരെയായി പേടിക്കുന്നേ? കൊറേ നേരം ആയല്ലോ പോകാന്ന് പറഞ്ഞ് തിടുക്കം കൂട്ടുന്നു. സാറിന് തിടുക്കം കാണും. ആ ചടങ്ങൊന്ന് കഴിഞ്ഞോട്ട് സാറേ, എന്നിട്ട് നമുക്ക് തുടങ്ങാം. എന്ത് തുടങ്ങാന്ന്? അത് സാറിനറിയാം. സുജിത, നീ ഒന്ന് മിണ്ടായിരിക്കും. ഞങ്ങൾ പൊയ്ക്കോട്ടെ സാറേ. അല്ല പപ്പൻ ചേട്ടാ. അതെ, നിക്കുന്നു. ആ ചടങ്ങൊന്ന് കഴിഞ്ഞോട്ടെ, ഞാനൊന്ന് നോക്കിട്ട് വരാം. ബൈജുവേട്ടനും ഇയാളും തമ്മിൽ എന്തെങ്കിലും ഡീലിങ്സ് ഉണ്ടോ? എന്ത് ഡീലിങ്സ്? എടി, ആള് നല്ല ഫിറ്റ് ആണെന്ന് തോന്നുന്നു. അതായിരിക്കും ഒരു വാലും തലയിലാണ്ട് സംസാരിക്കുന്നത്. അതെ അതെ അതെ, വാലുണ്ട്, പക്ഷേ തല കാണില്ല. ചിലരുടെ ജീവനും കൂടി രക്ഷപ്പെട്ടു പോകാനുള്ള പരിപാടിയാണല്ലേ. നിങ്ങൾ സഭ്യമല്ലാത്ത ഭാഷയിൽ സംസാരിക്കരുത്. ബൈജുവേട്ടാ, വാ നമുക്ക് പോവാം. അതല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞത്. ചെന്ന് വണ്ടിക്കാറ്. ഇതെന്തൊരു പോക്കാ ബന്ധുക്കളെ. സത്യം വിചാരിക്കുമല്ലോ ഞാൻ നിങ്ങൾ ഓടിച്ചു വിട്ടാണെന്ന്. ആരെന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല. കുറച്ച് തിരക്കുള്ളതുകൊണ്ടാ. പോട്ടെ. ഇനി കിണ്ടിമുളയിൽ നിന്ന് ജലമെടുത്ത് കൈ നനച്ച് എഴുന്നേറ്റ് കൈകൊട്ടി കാക്കി വിളിച്ചോളൂ. ഏതെങ്കിലും ഉയർന്ന ഭാഗത്ത് ആ ചോറ് കൊണ്ടുപോയി വെക്കുക.
നീ എന്താടാ ആലോചിച്ചോണ്ടിരിക്കുന്നേ? അല്ല, സത്യ അച്ഛനെ വെളിയിടുമ്പോ നമ്മളവിടെ ചെല്ലേണ്ടതല്ലേ? അത് ശരിയാ, നമുക്കൊന്ന് പോയാലോടാ. എല്ലാം ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടാവും. കുരുവി ഇതുവരെ എത്തിയില്ലല്ലോ. അവൻ ചിലപ്പോ നേരെ സത്യയുടെ വീട്ടിലേക്ക് പോയി കാണും. നമ്മളോട് പറയാതെ ഒറ്റയ്ക്ക് പോത്തില്ല. ദേ വരുന്നു. നീ എവിടെ ആയിരുന്നടാ? ഇന്ന് സത്യയുടെ അച്ഛന്റെ ശ്രാദ്ധമല്ലേ, നമുക്ക് അവിടെ വരെ ഒന്ന് പോകായിരുന്നു. അവിടേക്ക് പോകണ്ട. കുരുവി പോയിട്ടില്ലെങ്കിൽ സത്യം എന്ത് കരുതും? സത്യമൊന്നും അവിടെ ഇല്ല. സത്യം ഇല്ലേ? സത്യല്ലേ വെളിയിടുന്നത്? ബലിയെല്ലാം ഇട്ട് സത്യ വീട്ടിലേക്ക് തിരിച്ചുപോയി. തിരിച്ചു പോയോ? വഴിക്ക് വെച്ച് ഞാൻ അവളെ കണ്ടു. അതെന്താ സത്യം പെട്ടെന്ന് തിരിച്ചു പോയത്? അവളെ തിരിഞ്ഞ് വീട്ടിൽ നിന്ന് സുജിതയും ഭർത്താവും എല്ലാം വന്നിരുന്നു. അവര് കൂട്ടിക്കൊണ്ട് പോയതാവും. അവിടെ അടുക്കള പണിക്ക് ആള് വേണമല്ലോ. അവര് കൊണ്ടുപോയതൊന്നുമല്ല. അവര് വന്നത് എന്തിനാണെന്ന് പോലും സത്യയ്ക്കോ വീട്ടുകാർക്ക് അറിയില്ല. പിന്നെ അവരെന്തിനാ വന്നേ? ബലിയും ചടങ്ങും കണ്ട് തിരിച്ചുപോയതാവും. അതല്ലെങ്കിൽ പപ്പൻ ചേട്ടൻ വിരട്ടി ഓടിച്ചതും ആവാം. എന്നാലേ നമുക്കൊന്ന് പോയി അച്ഛമ്മയും വിമലാമ്മയും കണ്ടിട്ട് വരാം. സത്യയിൽ അത് എന്തിനാണ് വെറുതെ പോകുന്നത്? അത് ശരിയാ, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പോവാടാ. ശരി, നീ ആ വണ്ടിയുടെ പണി തീർക്കാൻ നോക്കും. സതീഷേ, ഞാനിന്ന് ഓഫീസിലുണ്ടാവില്ല. അവരെ വിളിച്ച് ഡ്രാഫ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ശരി ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഓക്കെ. അതെ, ബാഗ് ഞാൻ ഡ്രൈവറിന്റെ കൈ കൊടുത്തിട്ടുണ്ട്. മരുന്നും അതിനകത്തുണ്ട്. കൃത്യസമയത്ത് മരുന്ന് കഴിക്കണം. ചുക്കുവെള്ളം ബാഗിൽ വെച്ചിട്ടുണ്ട്. വെള്ളം കിട്ടാത്ത നാട്ടിലേക്കൊന്നും അല്ല ഞാൻ പോകുന്നത്. എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശുദ്ധജലം കിട്ടണമെങ്കിൽ അത് വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകണം. ശരി, സമ്മതിച്ചു. ആഹാ, സത്യമോള് വന്നല്ലോ. എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ പരിപാടിയെല്ലാം? ഭംഗിയായിട്ട് നടന്നോ? എല്ലാം ഭംഗിയായിട്ട് നടന്നു. നിന്റെ ആ ചേച്ചി വന്നിരുന്നോ? ഒളിച്ചോടിപ്പോയ ഭദ്രകാളി, എന്റെ മോനെ വഞ്ചിച്ചിട്ട് പോയവൾ. ഇല്ല. എന്തായാലും സത്യ ബലിയിട്ടല്ലോ. അമ്മയുടെയും അച്ഛമ്മയുടെയും സന്തോഷം മാത്രമല്ല, ചില ആചാരങ്ങൾ അത് അതിൻ്റെതായ ഭംഗിയില് കാത്തു സൂക്ഷിക്കുന്നതിലും ഒരു രസമുണ്ട്. ആരെയും വിളിക്കാതെ രഹസ്യമായിട്ടാണോ ഇത്തരം പരിപാടികൾ നടത്തേണ്ടത്? എന്താ രാധിക ഇത്? സത്യമോളെ വിളിച്ചിരുന്നെങ്കിൽ അമ്മയും ഞാനും വരുമായിരുന്നു. വിളിച്ചില്ലല്ലോ. അയ്യോ അച്ഛാ, അത് സാരമില്ല, ഞാനൊരു പരിഭവം പറഞ്ഞേ ഉള്ളൂ. വിളിക്കാതെ തന്നെ ചിലര് വന്നിരുന്നല്ലോ. അവര് തിരിച്ചെത്തിയില്ലേ? ആര്? സുധിയോ? അവൻ വന്നിരുന്നോ? സുധി ഓഫീസിലേക്കല്ലേ പോയത്? ദേ പോയവര് വന്നല്ലോ. നിങ്ങള് സത്യയുടെ വീട്ടിൽ പോയിരുന്നോ? പോയിരുന്നു. അവിടെ ചാവടിയന്തരം തന്നെയാണോ നടക്കുന്നതെന്നൊന്ന് അറിയണമല്ലോ. അതെന്താ? സത്യയുടെ അച്ഛന്റെ ശ്രാദ്ധമാണെന്ന് സത്യ വിളിച്ച് പറഞ്ഞിരുന്നല്ലോ. അവള് നേരെ ചൊവ്വേ പറയുന്നത് തന്നെ വിശ്വസിക്കാനൊന്നും പറ്റില്ല. അപ്പോഴാ വിളിച്ചു പറച്ചില്. സത്യയുടെ വീട്ടിൽ പോകുമ്പോ, പ്രത്യേകിച്ചും ഒരു ചടങ്ങിനാവുമ്പോ, ഇവിടെ എന്നോട് ചോദിക്കാതെ പോയത് ഒട്ടും ശരിയായില്ല. അച്ഛാ, സുജി എന്റെ കൂടെയാ വന്നത്. അതെ, ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെയാ പോയത്. അല്ലാതെ അവളെ പോലെ ഭർത്താവിനോട് പറയാതെയൊന്നുമല്ല. സത്യമര്യാദ കാണിച്ചില്ലെങ്കിലും നമ്മൾ കാണിക്കണമല്ലോ അച്ഛാ. എന്നിട്ട് ഈ മര്യാദരാമന്മാരെന്താ ആരോടും ഒന്നും പറയാതെ ചടങ്ങ് തീരുന്നതിന് മുൻപേ പൊയ്ക്കളഞ്ഞത്? അത് പിന്നെ നിന്റെ കൊച്ചച്ഛനെ കണ്ടതുകൊണ്ട്. കൊച്ചച്ഛനെ കണ്ടതുകൊണ്ടോ? അല്ല, നിന്റെ കൊച്ചച്ഛൻ ഞങ്ങളോട് പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെയല്ലല്ലോ കൊച്ചച്ഛൻ പറഞ്ഞത്. എടി, നിന്റെ കൊച്ചച്ഛനോട് പറഞ്ഞിട്ട് തന്നെയാ ഞങ്ങൾ തിരിച്ചു പോന്നത്. അവിടം വരെ പോയ സ്ഥിതിക്ക് ചടങ്ങ് കഴിഞ്ഞു വരുന്നതായിരുന്നു അതിന്റെ ഒരു ഭംഗി. കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നിടത്ത് ഞങ്ങൾക്ക് എന്താ അച്ഛാ കാര്യം? വൈകിട്ട് വന്നേ. മോളെ, ഞാൻ അത്യാവശ്യമായി ഒരിടം വരെ പോവുക. വിശേഷങ്ങളെല്ലാം വന്നിട്ട് പറയാം.
സമയായി. ഇറങ്ങി ചന്ദ്രേട്ടാ. ശരി മോളെ. അബി, ദിവ്യയുടെ കോള് മണിമംഗലത്ത് എത്തിയിട്ടും നമ്മൾ വിചാരിച്ച റിസൾട്ട് ഉണ്ടായില്ലല്ലോ അബി. റിസൾട്ട് ഉണ്ടാവും, നീ വിഷമിക്കാതിരിക്കേ. ഇനി നമുക്ക് ദിവ്യ നേരിട്ട് മണിമംഗലത്തേക്ക് പറഞ്ഞു വിട്ടാലോ? അതുകൊണ്ട് കാര്യമില്ല. ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ദിവ്യക്ക് അവിടെ ആരെയും പരിചയം കാണണമെന്നില്ല. ചിലപ്പോ പഴയ ആളുകളെ കണ്ട ഓർമ്മയുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ? അങ്ങനെ ദിവ്യ പറഞ്ഞു വിട്ടാ അത് ചിലപ്പോ നമ്മൾ വിചാരിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. മനസ്സിലായി. സുധിയും ദിവ്യയും തമ്മിൽ കണ്ടുമുട്ടുന്നതിന് മുൻപ് ദിവ്യക്കൊരു റിഹേഴ്സൽ ആവശ്യമാണ്. പക്ഷെ ആരെ എന്ത് ഏതെന്നൊന്നും അറിയാത്ത ഒരാൾക്ക് നമ്മൾ എങ്ങനെ റിഹേഴ്സൽ എടുക്കും? അത് പ്രയാസമാണെന്നല്ല, പറ്റില്ല. ചുരുക്കി പറഞ്ഞ ദിവ്യക്ക് ഓർമ്മശക്തി തിരിച്ചു കിട്ടാതെ സുധിക്കെതിരായി നമുക്ക് നനങ്ങാൻ പോലും പറ്റില്ല എന്നർത്ഥം. അങ്ങനെ തീർത്തു പറയാറായിട്ടില്ല. എത്ര കാലം നമ്മൾ കാത്തിരിക്കോ ബി? എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് ചെയ്യണം. ദിവ്യയുടെ ഓർമ്മശക്തി തിരിച്ചു കിട്ടുന്നത് വരെ കാത്തിരിക്കാൻ എനിക്കും വയ്യ. എന്താ നിന്റെ പ്ലാൻ? തുറപ്പിച്ചിട്ട് ദിവ്യ തന്നെയാ. അവളെ മുൻനിർത്തി തന്നെയാ മുന്നോട്ടുള്ള യാത്രയിൽ. സുധിയുടെ ജീവിതം നൂല് പൊട്ടിയ പട്ടം പോലെ പറന്നലയണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ദിവ്യയെ വെച്ച് ഒരു പ്ലെയിൻ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദിവ്യയുടെ ഓർമ്മശക്തി എളുപ്പം തിരിച്ചു കിട്ടും. അതിന് പറ്റിയ ഒരാൾ എന്റെ കയ്യിലുണ്ട്. ആരായാള്? ആളൊരു പഴഞ്ചനാ, ഒരു ലാടവൈദ്യൻ. ലാടവൈദ്യനെ കൊണ്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ദിവ്യയുടെ ഇനിയുള്ള കാര്യങ്ങൾ അയാൾ നോക്കിക്കൊള്ളും. നമുക്ക് വിശ്വസിക്കാം. വെറും ഒരു വൈദ്യനായിട്ട് മാത്രമല്ല, നമുക്ക് വേണ്ട എന്ത് ഹെൽപ്പും അയാൾ ചെയ്യും. എവിടെ അയാളുടെ താമസം? അതാണ് പ്രശ്നം. തേടി കണ്ടുപിടിക്കണം. ഓടിച്ചെന്നാലൊന്നും അദ്ദേഹത്തെ കാണണമെന്നില്ല. ഇത്രയും തിരക്കുള്ള ഒരാള് നമ്മുടെ ഒപ്പം വരുമോ? വരും. അബി വിളിച്ചാൽ അയാൾ എവിടെ വേണമെങ്കിലും വരും. എന്താ അദ്ദേഹത്തിന്റെ പേര്? ഗോവിന്ദൻ വൈദ്യർ. എത്രയും പെട്ടെന്ന് അയാളെ എത്തിക്കണം. പറ്റിയ ഇന്ന് തന്നെ. ഇന്നല്ല, ഇപ്പൊ തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകുക. ഹലോ പ്രസാദേ. ആ ഗോവിന്ദൻ വൈദ്യരെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ? എവിടെ ആണോ? ഞാൻ ഇന്ന് തന്നെ പുറപ്പെടാം. ഓക്കെ, ബൈ. എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ വരും. ഇനി ദിവ്യ ഇവിടെ എത്തേണ്ട താമസം മാത്രമേ ഉള്ളൂ. അവളെയോ? അവളെ എന്തിനാ സുധി സ്വീകരിക്കുന്നേ? അവനെ വേണ്ടാന്ന് തീരുമാനിച്ചു പോയവളല്ലേ? സത്യം ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാ അച്ഛൻ തന്നെ നിന്നെ കൂട്ടിക്കൊണ്ടുവരും. പിന്നെ നീയാണ് സുധിയുടെ ഭാര്യ. അതുകൊണ്ട് ഇപ്പോഴേ അച്ഛനെ ഒന്ന് സോപ്പിട്ട് നിർത്തുന്നത് നല്ലതാ. ഞാൻ ഫോൺ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കാം. അമ്മേ, അച്ഛൻ എവിടെ? അച്ഛൻ പുറത്തു പോയിരിക്കേ. അയ്യോ, അച്ഛൻ പുറത്തു പോയതാണല്ലോ മോളെ. അച്ഛൻ വന്നിട്ട് ഞാൻ വിളിക്കാം. അല്ലെങ്കിൽ നിനക്ക് തന്നെ അച്ഛനെ ഒന്ന് നേരിട്ട് വിളിച്ചാലെന്താ? ശരി. ആരാ വിളിച്ചത്? പൂജയാ. അവൾ ഇന്നലെ അച്ഛനെ സ്വപ്നം കണ്ടുന്ന്. അതെയോ? ഒരുപാട് ഇഷ്ടമുള്ളവരെയല്ലേ നമ്മളെ സ്വപ്നം കാണുക. അച്ഛനെന്ന് വെച്ചാ പൂജയ്ക്ക് ജീവനാ. എങ്കിൽ അവളോടൊന്ന് അച്ഛനെ വന്ന് കണ്ടിട്ട് പോകാൻ പറയാൻ പാടില്ലായിരുന്നു. അതും പറഞ്ഞു. തിരക്കായതുകൊണ്ടാ, അല്ലെങ്കിൽ അച്ഛനെ വന്ന് കാണുമായിരുന്നു എന്നും പറഞ്ഞു.
ഒന്ന് സംസാരിക്കെങ്കിലും ചെയ്യണോന്ന് പറഞ്ഞ അവള് ഫോൺ ചെയ്തത്. അച്ഛൻ തിരുമേനിയെ കാണാൻ വേണ്ടി പോയതാ. തിരുമേനിയോ? ഹോ, അച്ഛൻ ഇനി അയാളെ മനസ്സിലായിട്ടില്ലേ? അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. ഞാൻ പറയുന്നതാണോ? അയാള് പറയുന്നത് പോലെ എല്ലാം ചെയ്തിട്ട് എന്താ ഇവിടെ ഉണ്ടായത്? സത്യ ഐശ്വര്യ ദേവതയാണ്, സുധിയും സത്യയും തമ്മിലുള്ള വിവാഹം ദൈവം നിശ്ചയിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ ജീവിതം നരകത്തിന് സമമായില്ലേ? അവളെ കെട്ടിയതിൽ പിന്നെ സുധിയുടെ മാത്രമല്ല ഈ വീട്ടിലുള്ളവരുടെ സ്വസ്ഥത കൂടെ നഷ്ടപ്പെട്ടില്ലേ? അതിന്റെ എല്ലാം കാരണം അന്വേഷിക്കാൻ വേണ്ടി തന്നെയാ അച്ഛൻ പോയിരിക്കുന്നത്. ഓ, എന്നിട്ട് അയാള് പറയുന്ന പ്രതിവിധി ചെയ്യാനാവും അച്ഛന്റെ ഭാവം. എന്നാലും സത്യം ഒഴിവാക്കില്ല. തിരുമേനി പറഞ്ഞ അച്ഛൻ അതും ചെയ്യും. എങ്കി അയാളെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാൻ വല്ല മാർഗം ഉണ്ടോന്ന് നോക്ക്. നമ്മള് പറഞ്ഞ തിരുമേനി അതുപോലെ പറയില്ലല്ലോ. അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നുന്നത് അദ്ദേഹം പറയും. അത് വാ തൊടാതെ വിഴുങ്ങാൻ അച്ഛനും. സുധിക്ക് എന്തൊക്കെയോ ദോഷങ്ങളുണ്ട്. അവനൊരു ദോഷേ ഉള്ളൂ. സത്യ എന്ന ആ കോളനി പെണ്ണിനെ കല്യാണം കഴിച്ചു എന്നുള്ള ദോഷം. അവളെ ഒഴിവാക്കിയ ആ ദോഷം അങ്ങ് മാറും. അതല്ല, അവന് ശത്രുക്കളുണ്ട്. അതുകൊണ്ടാണല്ലോ അവനെതിരെ പോലീസ് കേസ് വന്നത്. സത്യമുള്ളത് കൊണ്ട് തൽക്കാലം ആ കേസിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു. അമ്മയും സത്യയുടെ ഭാഗത്തേക്ക് ചാഞ്ഞു തുടങ്ങിയല്ലേ? എനിക്കൊരു ചായവും ഇല്ല. സുധിയും സത്യയും തമ്മിൽ മാനസികമായി നല്ല പൊരുത്തത്തിലല്ല. അതിന്റെ കാരണം അന്വേഷിക്കാൻ വേണ്ടി പോയതാ നിന്റെ അച്ഛൻ. അച്ഛൻ വരട്ടെ. സത്യയെ ഒഴിവാക്കുകയേ പ്രതിവിധിയുള്ളൂന്ന് ആ തിരുമേനി പറയും. അങ്ങനെ തിരുമേനി പറയണേന്ന് പ്രാർത്ഥിക്കുക ഞാൻ. വിമലേ, കൊറേ ദിവസമായി മനസ്സിലൊരാഗ്രഹം കയറിക്കൂടിയിട്ട്. ഇന്നലെ ഞാനത് സ്വപ്നം കാണുകയും ചെയ്തു. എന്താ അമ്മേ? ഒരു വിരുന്ന്. വിരുന്നോ? നീ ശ്രദ്ധിച്ചോന്നറിയില്ല, കാക്ക വിരുന്ന് വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അമ്മ എന്തൊക്കെയാ ഈ പറയുന്നേ? സത്യയുടെ കല്യാണം കഴിഞ്ഞിട്ട് 2-3 മാസമായില്ലേ? എന്നിട്ട് ഇതുവരെ സുധിയും സത്യയും ഒന്ന് ഇവിടേക്ക് വിളിക്കാൻ നമുക്ക് സമയം കിട്ടിയില്ലല്ലോ. സത്യ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ടല്ലോ. ഒരിക്കല് സുധിയും കുട്ടി ഇങ്ങോട്ട് വന്നത് അമ്മ മറന്നോ? അവര് വന്നിട്ട് അപ്പ തന്നെ തിരിച്ചു പോവുകയും ചെയ്തില്ലേ? ഞാൻ ഉദ്ദേശിച്ചത് താമസിക്കാൻ വേണ്ടി വിളിക്കാനാ. സുധിക്കും സത്യക്കും അതിനൊക്കെയുള്ള സമയമുണ്ടോന്ന് ആർക്കറിയാം? അവർക്ക് എപ്പോഴും തിരക്കല്ലേ അമ്മേ? എന്ത് തിരക്കായാലും നമ്മുടെ കടമ നമ്മൾ ചെയ്യേണ്ടതല്ലേ? ഒരു ദിവസം അവരെ ക്ഷണിക്കുക തന്നെ വേണം. വലിയ സൗകര്യത്തിൽ കഴിയുന്ന ആളല്ലേ സുധി. അവനിവിടെ കിടന്നാൽ ഉറക്കം വരില്ല. എന്തിനാ നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? സുധിക്ക് അതൊന്നും ഒരു ബുദ്ധിമുട്ടും ആവില്ല. അവന് നമ്മളോടൊക്കെ വലിയ മതിപ്പാ. നമ്മുടെ എല്ലാ അവസ്ഥയും അവന് നല്ലതുപോലെ അറിയാവുന്നതല്ലേ മോളെ? സത്യം ഉണ്ടെങ്കിൽ അവിടെ സുധിയും കാണും. അത് ശരിയാ. അവൻ അവളെ ജീവനാ. സത്യ തനിച്ചല്ലേ എപ്പോഴും വരാറുള്ളത്? അടുത്ത തവണ 2 പേരോടും കൂടി ഇങ്ങോട്ട് വരാൻ പറയണം. കുറച്ചു ദിവസം ഇവിടെ നിക്കട്ടെ. പറഞ്ഞു നോക്കാം. നിൽക്കുമെന്ന് ആർക്കറിയാം? ക്ഷണിക്കേണ്ടത് നമ്മുടെ ചുമതലയെ. വരുന്നതും വരാതിരിക്കുന്നതും അവരുടെ സൗകര്യം.
നോക്കാം. ഈശ്വരാ. അല്ലമ്മേ, സത്യ ഇപ്പൊ ഓഫീസിൽ പോകാൻ തുടങ്ങിയ സ്ഥിതിക്ക് നേരം കാണുവാവോ? സുധിയുടെ അച്ഛനോട് ചോദിക്കുന്നതാവും നല്ലത്. സത്യയുടെ എല്ലാ കാര്യവും നോക്കുന്നത് അദ്ദേഹമാ. വേണ്ടത്ര വിദ്യാഭ്യാസം ഇല്ലെന്നറിഞ്ഞിട്ടും അവളെ ഓഫീസിൽ പറഞ്ഞു വിടുന്നില്ലേ? അങ്ങനെയൊക്കെ ഏത് അമ്മായിയപ്പനാ ചെയ്യ? എല്ലാം സത്യയുടെ ഭാഗ്യമാ. അച്ഛനില്ലാത്ത അവൾക്ക് ഒരച്ഛനേക്കാൾ സ്നേഹം അദ്ദേഹം കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടും ഭാഗ്യം ലഭിച്ച കുട്ടിയാ സത്യമോള്. എന്തായാലും സുധിയും സത്യയും വിരുന്നു വരുന്നത് അമ്മ സ്വപ്നം കണ്ടതല്ലേ? എവിടുന്നെങ്കിലും കുറച്ച് കാശ് കടം കിട്ടുന്നോന്ന് നോക്കാം. വിമലെ, കടമൊന്നും വാങ്ങിക്കേണ്ട മോളെ. എന്താ അമ്മേ? റൂമിൽ AC ഇല്ലെങ്കിലും നേരെ വണ്ണം കറങ്ങുന്ന ഒരു ഫാനെങ്കിലും വേണ്ടേ അമ്മേ? അതൊക്കെ വാങ്ങിക്കാനുള്ള കാശ് എന്റെ കയ്യിലുണ്ട്. അമ്മയുടെ കയ്യില്? ഇത് കൊണ്ടുപോയി പണയം വെക്ക. വേണ്ടമ്മേ, സത്യ അറിഞ്ഞ അവള് വഴക്കു പറയും. സത്യ അറിയാനൊന്നും പോകുന്നില്ല. അച്ഛമ്മയുടെ കയ്യിലെ വളയുടെ എണ്ണം കുറഞ്ഞാൽ സത്യ അറിയില്ലെന്നോ? നല്ല കഥയായി. കമ്മലിന്റെ കല്ലൊന്ന് പോയാ പോലും അതും വിറ്റ് തൊലച്ചോന്ന് ചോദിക്കുന്നവളാ. അതുകൊണ്ട് ഈ വള അമ്മയുടെ കയ്യിൽ തന്നെ ഇട്ടോളൂ. ആദ്യം സത്യയും സുധിയും വരുവോ, അവർക്കതിനുള്ള സമയവും സൗകര്യവും ഉണ്ടോന്നൊക്കെ ഞാനൊന്ന് അറിയട്ടെ. അത് കഴിഞ്ഞ് തീരുമാനിക്കാം എന്തു വേണോന്ന്. എന്താ ഇത്ര ലേറ്റ് ആയത്? തിരുമേനിയെ കണ്ട ശേഷം ഓഫീസിൽ പോയി കാണൂല്ലേ? എവിടെയും പോയിട്ടില്ല. തിരുമേനി നല്ല തിരക്കിലായിരുന്നു. പിന്നെ നമ്മുടെ കാര്യം അത്ര എളുപ്പം പരിഹരിക്കാവുന്നതല്ലോ. പരിഹാരം ഒന്നേ ഉള്ളൂ. അത് തന്നെയാവും തിരുമേനിയും പറഞ്ഞത്. എന്ത്? മണിമംഗലം ബിൽഡേഴ്സിന് ഈയിടെ വന്ന അപമാനങ്ങൾ, സുധിയും സത്യയും തമ്മിലുള്ള ചേർച്ചയില്ലായ്മ, ഇതിന്റെയൊക്കെ കാരണം അന്വേഷിക്കാനല്ലേ ചന്ദ്രേട്ടൻ തിരുമേനിയെ കാണാൻ പോയത്? അതെ. അതിനെല്ലാം കൂടി ഒരേ ഒരു പ്രതിവിധിയേ ഉള്ളൂ. അതെന്താണെന്നാ ചോദിച്ചത്? സത്യം ഒഴിവാക്കുക. എന്റെ മോന്റെ തലയിൽ നിന്നും ആ തല തെറിച്ചവളെ ഒഴിവാക്കുക. അതോടെ തീർന്നു ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും. ഓ, ത്രികാലജ്ഞാനിയായ ഒരാൾ ഈ വീട്ടിൽ ഉണ്ടായിരുന്നത് അറിയാതെയാണല്ലോ ഞാൻ തിരുമേനി അന്വേഷിച്ചു പോയത്. കളിയാക്കണ്ട, ഞാൻ കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. ഞാനും കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. നമ്മുടെ കുടുംബത്തിന് വന്നിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയോ അതോ സത്യയെ ഒഴിവാക്കുകയോ, എന്താ നിനക്ക് വേണ്ടത്? സത്യയെ ഒഴിവാക്കിയ എല്ലാ പ്രശ്നങ്ങളും അതോടെ തീരും. കേടുവന്ന അവയവം മുറിച്ചു കളയുന്ന കാലമായത്. ഓ അതെയോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് പ്രശ്നം വന്നാലും ഇതേ പരിഹാരക്രിയ പ്രയോഗിക്കാമല്ലോ. സതീഷും കാവേരിയും തമ്മിൽ പ്രശ്നമുണ്ടായ കാവേരിയെ ഒഴിവാക്കാം. സുജിതയും ബൈജുവും തമ്മിലുള്ള പ്രശ്നത്തിന് അവരെ തമ്മിൽ ഒഴിവാക്കാം. നീയും ഞാനും തമ്മിൽ പ്രശ്നമുണ്ടായ നമുക്കും പിരിയാം. സത്യക്ക് വേണ്ടി നിങ്ങൾ അതും ചെയ്യുമെന്ന് എനിക്കറിയാം. സത്യക്ക് വേണ്ടിയിട്ടല്ല, കുടുംബത്തിന് വേണ്ടിയാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. നമ്മുടെ കുടുംബം ഭിന്നിപ്പില്ലാതെ കഴിയണം. അത് നോക്കി നടത്തേണ്ടത് എന്റെ മാത്രം കടമയല്ല, നിന്റെ കൂടെ ഉത്തരവാദിത്വമാ. പോയിട്ട് തിരുമേനി എന്തു പറഞ്ഞു? അങ്ങനെ നേരാൻ വണ്ണം കാര്യങ്ങൾ ചോദിക്കും. പരിഹാരക്രിയകളുണ്ട്, കുറെ വഴിപാടുകളും. വഴിപാടുകൾ എന്ന് പറയുമ്പോ നമ്മളും സത്യയുടെ വീട്ടുകാരും ചേർന്ന് നടത്തേണ്ട കാര്യങ്ങളാണ്. അപ്പോ അവരെ വിവരം അറിയിക്കണ്ടേ? വേണം. സത്യയുടെ അമ്മയെ വിളിച്ച് പരിഹാരക്രിയയെ കുറിച്ച് പറയണം. വിളിച്ചു പറയണമെന്ന് എനിക്ക് വയ്യ. വിളിച്ചു പറഞ്ഞാൽ ശരിയാവുകയില്ല. അതുകൊണ്ട് അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതി. കാര്യങ്ങൾ വിശദമായിട്ട് ഇവിടെ വെച്ച് പറയാം. എന്താ?
സുധിയുടെ അച്ഛന് തിരുമേനി പറഞ്ഞ പിന്നെ അതിനപ്പുറം ഒന്നുമില്ല. വിക്രമനും സത്യം നല്ല ചേർച്ചയാണ്, എല്ലാ പൊരുത്തങ്ങളും ഉണ്ടെന്നൊക്കെ പറഞ്ഞത് ആ തിരുമേനി തന്നെയല്ലേ? അതിന് ഞാനും സുധിയും തമ്മിൽ പൊരുത്തക്കേടൊന്നുമില്ലല്ലോ. പിന്നെന്തിനാ വിക്രമിന്റെ അച്ഛൻ തിരുമേനിയെ കാണാൻ പോയത്? അതൊക്കെ അച്ഛന്റെ ഒരു വിശ്വാസമല്ല. അവിടെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ആ സ്ത്രീയാ. ഏത് സ്ത്രീ? സുജിതേച്ചിയോ? അതെ, എന്നെ കൊണ്ടും അച്ഛമ്മയെ കൊണ്ടും മുളക് പൊടി ജ്യൂസ് കഴിപ്പിച്ചെന്റെ ദേഷ്യം ഇപ്പോഴും പോയിട്ടില്ല. അവരവിടുന്ന് ഓടിക്കേണ്ടത് എങ്ങനെയാണെന്ന് ആദ്യം ആലോചിക്കും. ഒരു ദിവസം അവൾക്കൊട്ടൊരു പണി ഞാൻ കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ജ്യൂസ് കഴിപ്പിച്ചോണം, മുളക് തീറ്റിക്കണം. അത് വിട്ടുകളാ. അങ്ങനെ വിട്ടാ ശരിയാവില്ല. ശരിയാവില്ലെന്നേ. സുജിതേച്ചിക്ക് വേണ്ടി നിന്നോടും അച്ഛമ്മയോട് ഞാൻ ക്ഷമ ചോദിച്ചതല്ലേ? എന്റെ കാര്യം പോട്ടെ, ആ വയസ്സായ അച്ഛമ്മയെ കൊണ്ട് അത് കഴിപ്പിക്കാൻ അവൾക്ക് എങ്ങനെ തോന്നി? എടാ, നമ്മൾ ഈ കോളനി കഴിയുന്നവരുടെ സെന്റിമെന്റ്സ് ഒന്നും അവർക്കില്ല. സത്യം പറഞ്ഞ നമ്മൾ ഈ കോളനിക്കാരാ അവരെക്കാൾ എന്തുകൊണ്ടും മെച്ചം. പക്ഷെ കാശിനാണോടാ, ആ കാര്യത്തിൽ അവര് തന്നെ മെച്ചം. സംസാരിച്ചോണ്ടിരുന്നാലേ നേരം പോവും. അച്ഛനിപ്പോ എത്തിയിട്ടുണ്ടാവും, ഞാൻ പോവാം. വേഗം ചെല്ല്. സത്യയെ കൊണ്ട് ശയന പ്രദർശനം ചെയ്യിക്കണമെന്നൊന്നും ആ തിരുമേനി പറയില്ലായിരിക്കും. ഒന്ന് പോടാ. ശരിയടാ. ശരി. അപ്പോ പരിഹാരക്രിയ കുറച്ച് കടന്ന കൈയാണല്ലേ? അതെന്തൊക്കെയാണെന്ന് അറിയില്ല. പൂജയും വഴിപാടും ഒക്കെ വേണോന്ന് പറഞ്ഞിട്ടുള്ളത് പോലെയാ ചന്ദ്രേട്ടൻ പറഞ്ഞത്. എന്തൊക്കെയായാലും ഒരുപാട് കാശ് ചെലവുള്ള ഏർപ്പാടാണെന്ന് ഉറപ്പാ. ആ, കാശിന്റെ കാര്യമൊക്കെ അച്ഛൻ നോക്കിക്കോളും. നമ്മളാരും അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മളും ടെൻഷൻ അടിക്കണം. ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി അച്ഛൻ ചെലവഴിക്കുന്ന കാശേ നമുക്കൂടെ അവകാശപ്പെട്ടതാ. അച്ഛന്റെ മുമ്പിൽ അത്തരത്തിലുള്ള ഒരു അവകാശത്തെക്കുറിച്ച് പോലും പറയാതിരിക്കുന്നതാ നല്ലത്. എന്ന് പറഞ്ഞാലൊന്നും പറ്റില്ല. മണിമംഗലം തറവാട്ടിലെ സകല ദുരിതങ്ങൾക്കും കാരണം സത്യയാണ്. സുധിയുമായി ഒന്നിച്ചു പോകാൻ വിഷമമുള്ളതും അവൾക്കാ. ആ സ്ഥിതിക്ക് പരിഹാരക്രിയയ്ക്കുള്ള പകുതി കാശെങ്കിലും സത്യയുടെ വീട്ടുകാര് ചെലവഴിക്കണം. അത് ശരിയാ. ഈ ക്രിയ കൊണ്ട് നേട്ടം ഉണ്ടാകാൻ പോകുന്നത് സത്യയ്ക്ക്. ആ സ്ഥിതിക്ക് ശരിക്കും മുഴുവൻ ചെലവും സത്യയുടെ വീട്ടുകാരാണ് വഹിക്കേണ്ടത്. അവരുടെ കയ്യിൽ അതിന് മാത്രം കാശ് എവിടെയാ? കാശില്ലാത്തവള് വീട്ടിൽ പോയിരിക്കട്ടെ. ഇവിടെ ഉള്ളവർക്ക് അല്പം മനസമാധാനമെങ്കിലും കിട്ടുമല്ലോ. അതൊന്നും നടക്കുന്ന കാര്യമല്ല. എന്തൊക്കെയാണ് പരിഹാര മാർഗങ്ങൾ, അതിന് എത്ര കാശ് ചെലവ് വരും എന്നൊക്കെ അറിയട്ടെ. അതിനുശേഷം സത്യയുടെ അമ്മയെ വിളിച്ച് സംസാരിക്കാം. അതുകൊണ്ടൊന്നും കാര്യമില്ല. എത്ര കാശ് വരുമെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ അവരെ വിവരം അറിയിക്കണം. അല്ലെങ്കിൽ ചിലപ്പോ അവരൊഴിഞ്ഞു മാറിയെന്നും വരും. അതും ശരിയാ. എന്തായാലും ഇന്ന് തന്നെ അവരെ വിളിച്ച് കാര്യം പറയാല്ലേ? വേണം. ഒറ്റയടിക്ക് 2 വിവാഹം നടന്ന വീടല്ലേ, അതും 2 ലോട്ടറികൾ. ജീവിതം അത്തരം സൗഭാഗ്യങ്ങളുടേത് മാത്രമല്ലെന്ന് അവരെ അറിയട്ടെ. അറിയാത്തവരെ അത് അറിയിച്ചല്ലേ പറ്റൂ. അങ്ങനെ ആ സത്യയെ വിടാൻ പറ്റില്ല. വിമലേ, മോളെ, നിനക്ക് സത്യം ഒന്ന് വിളിച്ചു നോക്കാൻ പാടില്ലായിരുന്നു? വിളിക്കാം അമ്മേ. അവൾ അവിടെ വീടും ഓഫീസുമായിട്ട് ഓടി നടക്കുകയല്ലേ. അതിനിടയിൽ അവളെ നമ്മൾ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് കരുതി കാര്യങ്ങളൊന്ന് അന്വേഷിക്കണ്ടേ? അന്നത്തെ ആ പ്രശ്നത്തിന് ശേഷം അവക്ക് സ്വൈരം കൊടുത്തു കാണില്ല സുജിത. സുധിയുടെ അച്ഛൻ എല്ലാം ക്ഷമിച്ച സ്ഥിതിക്ക് ഇനി അവിടെ അതിനെ ചൊല്ലി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലമ്മേ.
എന്നെങ്കിലും ഒരു ദിവസം സത്യ ഗർഭിണിയാവുമല്ലോ. അതുവരെയല്ലേ കാണുള്ളൂ അവക്ക് അവിടെയുള്ള എല്ലാ പ്രശ്നങ്ങളും. അത് തന്നെ. അയ്യോ, സുധിയുടെ അമ്മയാണല്ലോ. അതെയോ? എന്തെങ്കിലും അത്യാവശ്യം കാണും, ഫോൺ എടുക്ക. സാധാരണ വിളിക്കുന്ന പതിവില്ലല്ലോ. ഹലോ, ഞാനാ രാധിക, സുധിയുടെ അമ്മ. ആ, മനസ്സിലായി ചേച്ചി. ഒരത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. സത്യ പിന്നെ എന്തെങ്കിലും കുസൃതി കാണിച്ചോ അവിടെ? അവള് കാണിക്കുന്നത് കുസൃതിയല്ലല്ലോ, കുപ്രചരണങ്ങളല്ലേ. ക്ഷമിക്കണം, സത്യയുടെ എല്ലാ ബുദ്ധിമോശങ്ങൾക്കും ഞാൻ മാപ്പ് ചോദിക്കാം. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഇനി മാപ്പ് കൊണ്ട് എന്ത് കാര്യം? അവളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, മുൻപും പിൻപും നോക്കാതെ എടുത്തു ചാടും. പക്ഷേ ഉള്ളിൽ ദുഷിപ്പും പോരും ഒന്നുമില്ല. വരാനിരിക്കുന്ന അപകടത്തെക്കുറിച്ചോ ആരുടെ മുന്നിലാണ് പറയുന്നതെന്നോ ഒന്നും ആലോചിക്കില്ല. അച്ഛൻ ലാളിച്ചു വളർത്തിയതിന്റെ കുറെ പ്രശ്നങ്ങളുണ്ട് സത്യയ്ക്ക്. ഇവിടുത്തെ അച്ഛനും സത്യയോട് കുറച്ച് ലാളന കൂടുതലാ. ആ, അതറിയാം. പക്ഷെ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് ഞങ്ങളും. എന്താ ഇപ്പോ? എന്താ പുതിയ പ്രശ്നം? നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒന്നിവിടം വരെ വരണം. പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ വന്നിട്ട് പറയാം. ഹലോ ഹലോ, കട്ട് ചെയ്ത് കളഞ്ഞല്ലോ. എന്താ എന്താ അവര് വിളിച്ചു പറഞ്ഞത്? നമ്മളോട് എത്രയും പെട്ടെന്നൊന്ന് അങ്ങോട്ട് ചെല്ലാൻ. അവിടേക്കോ? എന്തിന്? എന്തിനാണെന്നൊന്നും പറഞ്ഞില്ല. സത്യ പിന്നെ എന്തോ പണി ഒപ്പിച്ചു എന്നാ തോന്നുന്നത്. ഈശ്വരാ, ഈ പെണ്ണ് മനുഷ്യനെ നാണം കെടുത്തുവല്ലോ. എത്ര പറഞ്ഞാലും അവൾക്കത് മനസ്സിലാവില്ലല്ലോ. രാധിക ചേച്ചി നല്ല ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. ദേഷ്യത്തോടെയാണോ നിന്നോട് സംസാരിച്ചത്? സാധാരണ സംസാരിക്കാറുള്ളത് പോലെ അല്ല. ഈശ്വരാ, ഇനിയിപ്പൊ എന്താ ചെയ്യാ? ചെല്ലാൻ പറഞ്ഞ സ്ഥിതിക്ക് പോകാതിരിക്കാനും പറ്റില്ലല്ലോ. എങ്കിലൊരു കാര്യം ചെയ്യുമോളെ, നീ സത്യയെ വിളിച്ചൊന്ന് അന്വേഷിക്കേ. എന്നെ കൊണ്ട് വയ്യ. നല്ലൊരു ജീവിതം കിട്ടിയതാ, അവളായിട്ടത് നശിപ്പിക്കുമെന്ന ഇപ്പൊ എന്റെ പേടി. നീ വിഷമിക്കാതിരിക്കെ, ചിലപ്പോ എന്തെങ്കിലും നല്ല കാര്യം പറയാൻ വേണ്ടിയിട്ടാവും. അല്ലമ്മേ, നല്ല കാര്യം പറയാൻ വേണ്ടിയാണെങ്കിൽ അവരിത്ര ദേഷ്യത്തോടെ സംസാരിക്കുവോ? ദേഷ്യമൊക്കെ ചിലപ്പോ നിനക്ക് തോന്നുന്നതാവും മോളെ. ആ, അങ്ങനെ ആവണേന്ന എന്റെ പ്രാർത്ഥന. ഈശ്വര, ഈ പെൺകുട്ടി എന്തൊക്കെയാവും ചെയ്തു വച്ചിട്ടുണ്ടാവുക. നീ പറയുന്ന രോഗത്തിന് ഇവിടെ ചികിത്സയില്ല, അത് അവനോട് പറയണ്ടായിരുന്നു. എന്നെ കൊണ്ട് പറ്റില്ല, അതുകൊണ്ടാണ് അവനെ പറയുന്നത്. ഓജസ് എന്ന ഘടകത്തെക്കുറിച്ച് ആയുർവേദം പറയുന്നുണ്ട്. അത് 8 തുള്ളിയാണെന്ന അഞ്ജലി പ്രമാണം. അതായത് ഒരു കൈക്കുമ്പിളാണെന്ന് അഭിപ്രായമുണ്ട്. ഓജസ്സിനെ കുറിച്ച് വലിയ രീതിയിലുള്ള വിവരണങ്ങൾ തന്നെ ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. അതെ, നമസ്കാരം വൈദ്യരെ. ഇതാര്? അഭിസാറോ? എന്താ ഇവിടെ? അവസാനം ആളെ കണ്ടുകിട്ടിയല്ലോ. അന്വേഷിക്കാത്ത സ്ഥലമില്ല ഇനി. ആണോ? നമ്മുടെ പഴയ ചായക്കടയിൽ അന്വേഷിച്ചപ്പോഴാ പറഞ്ഞത് ഇവിടെ കാണുമെന്ന്. എന്നെ അന്വേഷിച്ചിറങ്ങിയതാണോ സാറ്? പിന്നല്ലാതെ. സാർ എന്തിനാ നേരിട്ട് വന്ന്? ആരെങ്കിലും പറഞ്ഞു വിട്ടാ മതിയായിരുന്നല്ലോ. നേരിട്ട് വന്നിട്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടി വൈദ്യരെ കണ്ടുപിടിക്കാൻ. ആ സ്ഥിതിക്ക് ആരെങ്കിലും പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ ഈ ജന്മം കാണാൻ പറ്റില്ലായിരുന്നു. അപ്പോ കാര്യം പ്രധാനപ്പെട്ടതാ. അതായത് ആഗമന ഉദ്ദേശം വളരെ ഗൗരവമുള്ളതാണെന്ന് സാരം. യെസ്, വളരെ പ്രധാനപ്പെട്ടത് തന്നെയാ. വിഷയം ബിസിനസ്സോ അതോ? ബിസിനസ് തന്നെയാ. പക്ഷേ ബിസിനസ്സും വൈദ്യശാസ്ത്രവും തമ്മിൽ എന്ത് ബന്ധം? ഒരാളെ ചികിത്സിക്കണം. ബിസിനസ്സിന് ചികിത്സയില്ല. അത് കാലാകാലങ്ങളായി മനുഷ്യനെ പറ്റിച്ചോണ്ടിരിക്കുന്ന രോഗമല്ലേ, മാറ്റാൻ പ്രയാസമാണ്. ഇത് പക്ഷേ അതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രോഗമാണ്. ഗോവിന്ദൻ വൈദ്യർക്ക് മാത്രമേ അത് സുഖപ്പെടുത്താൻ കഴിയൂ.
എനിക്കോ? അതെ. ഞാൻ വെറും ലാടവൈദ്യനാണ്. കപ്പയിടയിലെ കുറുന്തോട്ടിയും കീഴാനെല്ലിയും ആടലോടവും പറിച്ചു നടക്കുന്ന വെറും ലാടവൈദ്യൻ. ഈ എളിമ തന്നെയാണ് വൈദ്യരുടെ സിദ്ധിയും. അത് പോട്ടെ, പുകഴ്ത്തലല്ലോ കാര്യം. അല്ല, ഈ എളിയവൻ സാറിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാ മതി. വൈദ്യര് വരണം. ഇരിക്കും, വരട്ടെ. എന്തോ വലിയ കോളൊത്തിട്ടുണ്ടെന്നാ തോന്നണത്. അതെ അതെ. വൈദ്യർ എനിക്ക് വേണ്ടി ഒരാളെ ചികിത്സിക്കണം. അയാളുടെ രോഗം എന്താണെന്ന് പറഞ്ഞില്ല. മറവി. എന്ന് വെച്ചാ പറയാം. അപ്പോ പഴയതൊന്നും അവൾക്ക് ഓർമ്മയില്ല. അവളുടെ ഓർമ്മശക്തി തിരിച്ചു കിട്ടിയാലേ എനിക്ക് ഞാൻ വിചാരിച്ച കാര്യങ്ങൾ നേരാവണ്ണം നടക്കുകയുള്ളൂ. മനസ്സിലായി. ആദ്യം ഞാൻ ആളെ ഒന്ന് കാണട്ടെ. ചില പ്രത്യേകതര യോഗയും പച്ചല മരുന്നും കൊടുത്ത് ഓർമ്മശക്തി വീണ്ടെടുക്കാൻ പറ്റും. എത്രയും പെട്ടെന്ന് വൈദ്യുതി ചികിത്സ തുടങ്ങാം. ഇനിയൊരു പക്ഷേ മറവി അവൾ അഭിനയിക്കുന്നതാണോന്ന് എനിക്ക് സംശയമുണ്ട്. അവളെന്തിനു മറവി അഭിനയിക്കണം? കല്യാണത്തിന്റെ തലേ ദിവസം ഇഷ്ടപ്പെട്ടവന്റെ കൂടെ പോവുകയാണെന്ന് എഴുത്തെഴുതി വെച്ചിട്ട് പോയവളാ. ബിസിനസ്സിൽ എന്റെ ശത്രുവായ സുധി വിവാഹം ചെയ്യേണ്ടിയിരുന്നവളാ ദിവ്യ. അത് ശരി. ഒടുക്കം അവള് വന്നു വീണത് എന്റെ കാറിന്റെ മുന്നിൽ. സുധി പിന്നെ ദിവ്യയുടെ അനിയത്തിയെ കെട്ടി. സത്യ എന്നൊരു പെൺപുലിയെ. എന്തായാലും ദൈവമാണ് ദിവ്യ എന്റെ മുന്നിലെത്തിച്ചത്. അവളുടെ ഓർമ്മശക്തി തിരിച്ചു കിട്ടിയിട്ട് വേണം എനിക്ക് സുധിക്കെതിരെ അവളെ കൊണ്ടുവരാൻ. സാറ് വിഷമിക്കാതിരിക്കും. ദിവ്യയുടേത് അഭിനയമാണെങ്കിലും അല്ലെങ്കിലും അവളുടെ അസുഖം നമുക്ക് മാറ്റിയെടുക്കാം. വൈദ്യരുടെ ഈ വാക്ക് മതി എനിക്ക്. സാറ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ദിവ്യ അഭിനയിക്കാൻ സാധ്യത കുറവാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ സ്വാഭാവികമായി ഓർമ്മശക്തി നഷ്ടപ്പെടും. പഴയതെല്ലാം പാടെ മറന്നെന്നും വരും. ചില ആളുകൾ, ചില സംഭവങ്ങൾ, അങ്ങനെ അതൊക്കെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞിട്ടുണ്ടാവും. പക്ഷേ സംസാരിക്കാം, ചിത്രം വരയ്ക്കാം, വായിക്കാം, എഴുതാം. ഇതൊക്കെ ചെയ്യാൻ സാധിക്കും. എന്തൊക്കെ സംഭവിച്ചാലും അവളെ എനിക്ക് തിരിച്ചു വേണം. ദിവ്യയുടെ മുഴുവൻ കാര്യങ്ങളും വൈദ്യരെ ഞാൻ ഏൽപ്പിക്കുക. എത്രയും വേഗം അവളെ സുഖപ്പെടുത്തി തരണം. ആ കാര്യം ഞാൻ ഏറ്റു. പിന്നൊരു കാര്യം. എന്താ? നമ്മൾ തമ്മിൽ പരിചയമുള്ളതായി ദിവ്യക്ക് തോന്നരുത്. അതിനെന്താ കുഴപ്പം? ഒരു പക്ഷെ മറവി അവളുടെ അഭിനയമാണെങ്കിൽ എല്ലാം നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള കളിയാണെന്ന് അവൾക്ക് തോന്നരുതല്ലോ. അപ്പോ ദിവ്യയെ ചികിത്സിക്കാൻ വരുന്ന വെറും ഒരു വൈദ്യം മാത്രമായിരിക്കണം ഞാൻ. അതെ. അതിനു മുമ്പ് ദിവ്യയെക്കുറിച്ച് വൈദ്യർക്ക് ഒന്നും അറിയില്ല. എല്ലാം അപ്പപ്പോ ചോദിച്ചറിഞ്ഞതുപോലെ പെരുമാറണം. അതെ, ശരി. എല്ലാം ഏറ്റിരിക്കുന്നു. ദിവ്യ മറവി അഭിനയിക്കുകയാണെങ്കിൽ അതിനുള്ള മറുമരുന്നുകൂടി കൊടുത്തല്ലേ പറ്റൂ. തീർച്ചയായും. എല്ലാത്തരം അസുഖത്തിനുള്ള മരുന്നും മറുമരുന്നും എന്റെ കയ്യിലുണ്ട്. അതാണ് ഗോവിന്ദൻ വൈദ്യൻ. ഇപ്പൊ തന്നെ എന്റെ കൂടെ പോരല്ലേ? ആയിക്കോട്ടെ. ബാക്കിയൊക്കെ നമുക്ക് കാറിൽ നിന്ന് സംസാരിക്കാം. വരും.
നാക്കൊന്ന് നീട്ടിക്ക്. പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. പുതിയത്, അതായത് ബോധം വന്നതിന് ശേഷം കണ്ടതും കേട്ടതും, അതേപോലെ സ്വബോധം വന്നതിന് ശേഷം കണ്ടവരെ എല്ലാം അറിയാം അല്ലേ? അതെ. കുട്ടിയുടെ മാതാപിതാക്കൾ എവിടെയാണെന്ന് അറിയോ? അറിയാമോ അച്ഛനും അമ്മയും എവിടെയാണെന്ന്? അവരെ കുറിച്ചൊന്നും അറിയില്ല. പറഞ്ഞല്ലേ, വഴിയിൽ ആക്സിഡന്റ് പറ്റി കിടക്കുന്നിടത്തുനിന്ന് ഞാൻ ദിവ്യയെ കാണുന്നത്. ഒരുപക്ഷെ ബന്ധുക്കളെയും മറ്റും കണ്ടാൽ തിരിച്ചറിയാൻ സാധ്യതയുണ്ട്. അത് അവരൊക്കെ എവിടെയാണെന്ന് അറിയാതെ. കുട്ടിയുടെ പേരെന്താ? എന്റെ പേര് ദിവ്യ. അതെ, ദിവ്യ. ഇവരെന്നെ അങ്ങനെ വിളിക്കുന്നത്. ദിവ്യക്ക് വേണ്ടപ്പെട്ട ഒരാൾ എന്റെ ഫ്രണ്ടാ. അങ്ങനെയാണ് പേര് മനസ്സിലാക്കിയത്. എങ്കിലും അദ്ദേഹത്തോട് കാര്യം പറയൂ. കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ ആളെ തിരിച്ചറിഞ്ഞാലോ? ആ, അത് അവനിപ്പോ സ്ഥലത്തില്ല, ബിസിനസ് ടൂറില. കുട്ടി പേടിക്കണ്ട. മറവി ഏത് തരത്തിലുള്ളതാണെങ്കിലും അത് മാറ്റാനുള്ള മരുന്ന് എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഗോവിന്ദ വൈദ്യരെ തന്നെ സമീപിച്ചത്. ഞാൻ കുറച്ച് മരുന്ന് എഴുതരാം. പഥ്യം നിർബന്ധമാണ്. ഒരാഴ്ച മരുന്ന് കഴിക്കട്ടെ. ആയിക്കോട്ടെ. ദിവ്യയുടെ കുട്ടിക്കാലം ഓർക്കുന്നുണ്ടോ? പഠിച്ച സ്കൂള്, കൂട്ടുകാര്, സ്കൂൾ യൂണിഫോം, സ്കൂൾ ബസ്. ഇല്ല, ഒന്നും ഓർമ്മ വരുന്നില്ല. വീട്? വീട്, അച്ഛൻ, അമ്മ, അനിയത്തി, അങ്ങനെ ആരെങ്കിലും? അനിയത്തി. അതെ, അനിയത്തി ഓർമ്മയുണ്ടോ? സത്യ എന്ന പേര് ഓർക്കുന്നുണ്ടോ? സത്യ. അതെ. ഓർക്കുന്നുണ്ടോ സത്യ? ഇല്ല, എനിക്കറിയില്ല. ഇത് ഇവളുടെ കളിയാണോ? എങ്കിലേ പഠിച്ച കോളേജ് ഏതാണെന്ന് ഓർക്കുന്നുണ്ടോ? സഹപാഠികൾ ആരെയെങ്കിലും? ഒരു സ്തുതി ഓർമ്മയുണ്ടോ?